Hello everyone and welcome to Comedy Master. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ തോന്നിയല്ലേ? ഞങ്ങൾക്ക് തോന്നുന്നുണ്ടത് കുറച്ചു നേരം എടുത്തോന്നില്ല. തോന്നില്ല, എന്തോ ഒരു പ്രേതഭൂത പിശാച് അങ്ങനത്തെ സാധനമൊക്കെ പറയുന്ന പോലെ. ഈ ഒരു ടൈമിന്റെ ആണോ എനിക്കറിയത്തില്ല, രാത്രി ആയതുകൊണ്ടായോ മേ ബി. എന്തോ ഇവിടെ സംഭവിക്കാൻ പോകുന്ന പോലെ എനിക്കൊരു ഫീലിംഗ്. പേടിയുണ്ടോ? നമ്മുടെ ഇതൊക്കെ എന്തെങ്കിലും മാറി വരുന്ന പോലെ തോന്നില്ലേ? മാറി വരുന്നുണ്ട്. സീരിയസ് സിറ്റുവേഷനിൽ ഇങ്ങനെ ഊഞ്ഞാലാടല്ലേ റോപ്പ് ഡാൻസ് കളിക്കുന്ന നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അവിടെ നിന്ന് എന്തോ നടന്നു വരുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു. എന്തോ സംഭവിക്കാൻ പോകുന്നതാണല്ലോ, നമുക്ക് നോക്കാം എന്താന്ന് കേട്ടോ. മുറുക്കാൻ തീറ്റി നിർത്തി ബീഡി വലിയേ ഉള്ളു. 2 ബീഡി എടുക്കട്ടെ. മനുഷ്യ, നിങ്ങൾ ഒറ്റൊരാള് കാരണമാണ് നമ്മുടെ കൊച്ചിന്റെ മേത്ത് ഇപ്പൊ ബാധ കയറിയത്. ഞാൻ തോന്നിയത് നിങ്ങൾ എന്തോ ചെയ്തെന്നോ. ഞാൻ പണ്ടേ നിങ്ങളോട് പറഞ്ഞതാണ് കണ്ണി കണ്ട സിനിമാക്കാർക്കൊന്നും ഈ വീട് വാടകയ്ക്ക് കൊടുക്കണ്ടെന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? അവസാനം സിനിമയിൽ ചാൻസ് കിട്ടാതായപ്പോ അവൻ ഇവിടെ കെട്ടി തൂങ്ങി അങ്ങ് മരിച്ചു. ഇപ്പൊ എല്ലാ വെള്ളിയാഴ്ച നമ്മുടെ മോളുടെ മേത്ത് ഓരോ സിനിമാ ബാധയായിട്ട് കയറിക്കൊണ്ടിരിക്കുക. അയ്യോ ചേട്ടാ, ഇതെന്താ ഈ വെള്ളിയാഴ്ച മാത്രം നമ്മുടെ മോളുടെ മേത്ത് ബാധ കയറുന്നേ? എടി, ഈ വെള്ളിയാഴ്ച പുതിയ സിനിമകൾ ഇറങ്ങുന്നേ. പക്ഷെ എന്റെ സംശയം ഇതൊന്നല്ല. ഈ ബാധ എന്താ എന്റെ മേത്ത് കയറാത്തെ? എടി, ഒരു ബാധയുടെ പുറത്ത് വേറൊരു ബാധ കയറൂലടി. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? ഞാൻ ആ വെള്ളിയാഴ്ചക്കാരനെ വിളിക്കട്ടെ. പിന്നെ ശനിയാഴ്ചക്കാരൻ അരിക്കാലത്തിലാണ് വിളിച്ചിരിക്കുന്നത്. പിന്നെയാണ് വെള്ളിയാഴ്ചക്കാരൻ. അതല്ല, നമ്മളുടെ മോളുടെ മേത്ത് ബാധ കയറുമ്പോ ഒഴിപ്പിക്കാൻ വരുന്ന ഒരു വെള്ളിയാഴ്ച കാവിലെ കൂടോത്രക്കാരനില്ലേ, അങ്ങനെ വിളിച്ചാലോന്ന്. പിന്നെ ഞാൻ വിളിക്കൂല. എന്താ? കൂടോത്ര മന്ത്രവാദം പറഞ്ഞ സ്വത്തിന്റെ പകുതി അടിച്ചോണ്ട് പോയി. ഇപ്പൊ സെറ്റിട്ട് ഈ വീട് മാത്രം. പിന്നെ എന്ത് ചെയ്യാനാ? എടി, ഞാൻ വേറൊരാളെ വിളിച്ചിട്ടുണ്ട്. അയാള് ഓജോ ബോർഡിലല്ല ഓജോ ബോർഡിൽ എടുത്തോളാണ്. നിസാരക്കാരനൊന്നും അല്ല. ഇപ്പൊ വരും, നീ കണ്ടോ? ഒരു മിനിറ്റ് മോളെ. അയ്യോ, എന്തോ ഏട്ടാ നമ്മുടെ മോക്ക് പറ്റിയേ? എടി, എന്റെ മോളല്ല. ഞാൻ മനുഷ്യ അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. അയ്യോ, അതല്ലെന്ന്. എടി, നമ്മളെ മോളുടെ ശരീരത്തിൽ വേറൊരു ബാധ കയറിയിരിക്കല്ലേ. അപ്പൊ അങ്ങനെ വിളി. മനസ്സിലായി കുഞ്ഞേ. അയ്യോ മക്കളെ, മക്കളുടെ കൂട്ടുകാരിയുടെ പടം ഉണ്ട് ഇപ്പൊ അമൃത ടിവിയില്. ആകാശഗംഗ പോയി കാണണ്ട മക്കളെ. ചെല്ല് പല്ലൂട്ടില് പോയി കാണണ്ട. അയ്യോ ഭഗവാനെ, ഒരു വിധം. ആരാ? ഞാൻ ജോജു ജോർജ്. തടി ഓക്കെ, പക്ഷെ താടി കൂടെ ഉണ്ടായിരുന്ന കറക്റ്റ്. എന്തോന്നു? സിനിമാ നടൻ ജോജു ജോർജ്. ഞാൻ സിനിമാ നടൻ ജോജു ജോർജ് അല്ല, ഞാൻ ഓജോ ജോജു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ PhD ബാധ ഒഴിപ്പിക്കാൻ. PhD മനസ്സിലായോ? ഇതാണോ ബാധ? ഇത് ഞാൻ ശ്രീധരൻ കൊടുത്ത് വീട്ടിലോട്ട് വിളിച്ചു വരുത്തിയ ബാധ. ഇതിലും വേറൊരു ഐറ്റം അകത്തിരിപ്പുണ്ട്. അതാരാ? രാധാ ബാധ. നിങ്ങളൊന്ന് ഹിന്ദി പേര് പറഞ്ഞു കളിക്കണം. അതല്ല, എന്റെ മകൾ രാധ, അവളുടെ മേത്താണ് ബാധ. താങ്കളുടെ പേരെന്താണ്? എന്റെ പേര് അരവിന്ദാക്ഷൻ. എന്നിട്ട് അരവെന്നതായിട്ടും തോന്നുന്നില്ല. നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ഫിഗർ അച്ചടിച്ച് വെച്ച പോലെ. പേരെന്താ? പുഷ്പലത. നിങ്ങൾ പുഷ്പലതയല്ല, നിങ്ങൾ പുഷ്പ തല. ഇതൊന്നും തലയിൽ പൂക്കാവടിയാ. പിന്നെ ഈ പുഷ്പലത എന്ന് പറഞ്ഞപ്പോൾ എന്റെ പണ്ടത്തെ കാമുകീന്റെ കാര്യമൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു. ഇതിലും സുന്ദരിയായ ഒരു കാമുകി എനിക്കുണ്ടായിരുന്നു. സുന്ദരിയാ? എന്താ? എന്നിട്ടെന്താ? ഇതുപോലത്തെ ഒരു മണകുണാഞ്ചപ്പ നമ്മളെ കെട്ടിക്കൊണ്ടുപോയി. ചായയോ കാപ്പിയോ? കിഴക്കവിടെ. അരികലത്തിൽ. എന്തോന്ന്? അതല്ല, കിഴക്കവിടെ. കിഴക്കുതോ അവിടെ. അപ്പോൾ പടിഞ്ഞാറിവിടെ. ദിവ്യോണി തന്നല്ലേ ഇത് ദിവ്യോണിയൊന്നുമില്ല. എനിക്ക് ദിവ്യോണിയെ കണ്ടറിയാം. മനുഷ്യ ദിവ്യോണിയല്ല, ദിവ്യനായ ഉണ്ണീന്ന്. പിന്നെ കിഴക്കതാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് പടിഞ്ഞാറന്ന് ഏത് മണ്ടൻ അറിഞ്ഞൂടാത്ത. പിന്നെ പുഷ്പലതേ, നമുക്ക് തുടങ്ങിയാലോ? പുഷ്പലതേ, നീ അകത്ത് പോ, അല്ലെങ്കിൽ അവൻ നിന്നെ ആവഹിച്ചോണ്ടങ്ങ് പോകും. ഒരു നല്ല കർമ്മം നടക്കുമ്പോൾ അതിനടുത്തൊരു പുഷ്പം ഉള്ളത് നല്ലതാണ്. പുഷ്പം ഉള്ളതൊക്കെ നല്ലതാണ്, പക്ഷെ ഇവിടെ ഒരു കരിവണ്ടിന്റെ ഭയങ്കര ശല്യം. നമുക്ക് കാര്യത്തിലേക്ക്
അതാരാ ചിരിക്കുന്നേ? എന്റെ മോളാ. ഓ, അകത്തിരുന്ന് കോമഡി മാസ്റ്റേഴ്സ് കാണുമായിരിക്കും അല്ലേ? ഏതോ എന്റെ മോളുടെ ശരീരത്തെ ബാധ ഒഴിപ്പിക്കാനാണ് നിന്നെ വിളിച്ചു വരുത്തിയത്. സോറി, നമുക്കേ ഒരു വെറൈറ്റി ഒരു ഐറ്റം ഉണ്ട് എന്റെ ലാപ്ടോപ്പ്. ഓ, ആരെയല്ലോ ഇതാണ് ലാപ്ടോപ്പ്. അതെ, ലാപ്ടോപ്പ്. അപ്പൊ ഇതെന്തോന്ന്? ലാപ്ടോപ്പിന്റെ ടോപ്പ്. അതൊന്ന് എടുക്കുവോ? നിന്റെ കയ്യിലെന്ത് കുരുവാ? ഗുരുവായിട്ടല്ല, എനിക്ക് എന്റെ വയറ് കുനിയാൻ അനുവദിക്കുന്നില്ല. ശരി, ഞാൻ എടുത്തേരാ, അങ്ങോട്ട് നോക്കണ്ട. ആ, ഓക്കെ. എനിക്ക് വയ്യ. നാളെ തന്നെ ഒരു ആശാരിയെ വിളിച്ച് വിജാഗരി പിടിപ്പിക്കണം. പിന്നെ ഇതാണ് ഓജോ ബോർഡ്. ഇതാ. തുറക്ക്, കണ്ടു നോക്ക്, തുറക്ക്. വേഗം തുറക്ക മനുഷ്യ, അങ്ങോട്ട് എങ്ങനെയും ഒഴിപ്പിച്ചപ്പോ. നിവർത്ത്. കാട്, പുഴ, മല, വളയഞ്ചിറങ്ങര LP സ്കൂള്. അയ്യോ അയ്യോ, ഞാനേ ഓജാ ബോർഡെന്നും പറഞ്ഞ എന്റെ കൊച്ചിന് ചാർട്ട് പേപ്പർ എടുത്തോണ്ടോ. ഇപ്പൊ തല തീർച്ചയായും ഓജോ ബോർഡ് കൊണ്ട് സ്കൂളിൽ പോയി കാണും. അവിടെ ചെന്നി എത്രയോ പ്രേതങ്ങളെ തുറന്നു വിടുവോ ആവോ. പേടിക്കണ്ട, ഓജോ ബോർഡ് വരുവൊക്കെ ചെയ്യും. കാണണം. ഓജോ ബോർഡ് വരട്ടെ. ദാ നോക്ക്. വരൂ നേരെ. വരൂ. കണ്ടോ, ഓജോ ബോർഡിൽ PhD എടുത്തവനാണ് ജോജു ജോർജ്. അപ്പോ ഒരു എടുക്കണ്ട. നീ ഓജോ ബോർഡിൽ എന്തോന്ന് എടുത്തത്? PhD. ഓജോ ബോർഡിൽ PhD എടുത്തവ എന്റെ അടുത്തൊന്ന് കെഞ്ചനുണ്ട്. എന്തുവിനാ കരയുന്നേ? എന്തു പറ്റി? അതെ, എങ്കിൽ നമുക്കിത് തുടങ്ങിയാലോ? ഗുഡ് സ്പിരിറ്റ്, ഗുഡ് സ്പിരിറ്റ്, ഗുഡ് സ്പിരിറ്റ്. പതുക്കെ കടന്ന് കീറ്. അപ്പുറത്തെ എക്സൈസ് ഉദ്യോഗസ്ഥനാ. ഇവിടെ വല്ല സ്പിരിറ്റ് കച്ചവടം എന്ന് പറഞ്ഞ് കയറി വരും. കൂടെ പറ. തുടങ്ങിയാലോ? തുടങ്ങാം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. അപ്പൊ ആകാശഗംഗ സിനിമയിലെ പ്രേതമാണല്ലേ? പോകൂ, ഒഴിഞ്ഞു പോകാൻ. ഞാൻ പോകില്ല. ഒഴിഞ്ഞു പോകാൻ. ഞാൻ പോകില്ല. നീ പോകില്ല അല്ലേ? ഗുഡ് സ്പിരിറ്റ് ഒഴിഞ്ഞു പോ. മക്കളെ, മോളുടെ മേത്തുള്ള ബാധ ഒഴിഞ്ഞ മോളെ. അതോട്ടല്ലേ. അയ്യോ, ചേട്ടാ, കൊച്ചിന്റെ മുകളിലുണ്ടായിരുന്ന ബാധ എല്ലാം പോയേ. ഇനി ആ ബാധ എങ്ങാനും കറങ്ങി വീണ്ടും അവളുടെ മേത്ത് തന്നെ വന്ന് കേറുവോ? എങ്ങാനും കറങ്ങി വന്ന ഞാൻ പൂട്ടും അവനെ. മണിച്ചിത്ര താഴിൽ ഞാൻ പൂട്ടും. ചേട്ടാ, നമ്മുടെ മോളുടെ മേത്തുണ്ടായിരുന്ന ബാധ ഇങ്ങേറ്റ മേത്ത് കയറിയെന്ന് തോന്നുന്നു. അയ്യോ, നീ ആരാ? ഞാൻ മാണിക്യം. മാണിക്യം. തള്ളേ, കലിപ്പ് തീരുന്നില്ലല്ലോ. ചില കളികൾ കാണാനും ചില കളികൾ കാണിച്ച് പഠിപ്പിക്കാനും. ഇപ്പൊ മോനെ ദിനേശ, നീ ഇറങ്ങി പോടാ. ഞാൻ പോവില്ല. ഞാൻ പോവില്ല. ഇപ്പൊ കാണിച്ചു തരാ നീ പോണത്. ഞാൻ പോവില്ല എന്ന് പറഞ്ഞാൽ പോവില്ല. പോവൂലല്ലേ? നീ എതുക്കടാ അമ്പി അടിച്ച? അയ്യോ, തലലേടാ. அந்த 5 கொலை நான் தான். അപ്പൊ അത് ശരി. എവന്റെ ശരീരത്തിൽ 2 ബാധ കൂടിയിട്ടുണ്ട്. ഇപ്പൊ 2നെ ഞാൻ കാണിച്ചു തരാം. എല്ലാം പറഞ്ഞ പോലെ. മനുഷ്യ, ഇങ്ങോട്ട് വന്നാൽ അവിടെ പോണ്. ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് ആഭരണം എടുക്കാൻ പോകുന്നു. നിങ്ങളിപ്പോ പോണ്ട. അതെന്താ ഞാൻ പോയാല്? പോയാലെന്ന് നിങ്ങളിപ്പോ പോണ്ടാന്ന്. നീ
அயோக்கிய நாயே, இந்த துர்காஷ்டமி உன்னை கொன்னு உன் ரத்தத்தை குடிச்சு ஹோகாரன் மாட்டிடுவேன். கங்கு. എടാ എന്നതാടാ ഇവിടെ നടന്നത്? ആ, ബാ, വേഗം കുഞ്ഞേ. അല്ല ഇവിടെ നടന്ന മാജിക് ആണ് എനിക്ക് മനസ്സിലാവാത്തെ. അത് ടെക്നിക്. അത് കറക്റ്റ് ഒന്നും കൂടെ വന്ന് ചെയ്യുന്നേ. ഇത് കറക്റ്റ് എന്നിൽ ഇങ്ങനെ വെക്കുക. അതെന്റെ മന്ത്രമാണ്. ഓം ക്രീം നീങ്ങട്ടെ. നോക്ക് നീങ്ങി. ഒന്നതാ കണ്ടു അഖില വാ വാ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഗുഡ് സ്പിരിറ്റ്. പറ. ഗുഡ് Good spirit, please. പ്ലീസ് കം. Good spirit, പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. നീങ്ങട്ടെ. നീങ്ങട്ടെ. നീങ്ങുന്നുണ്ടല്ലോ. അതെ എനിക്ക് നമുക്ക് നോക്കാം. 1 2 3 സ്റ്റാർട്ട്. Good spirit, please come. Good spirit, please come. Good spirit, please come. വാ. വാ. ഇതാണ് ഞങ്ങളുടെ ഗുഡ് സ്പിരിറ്റ്. സത്യം പറഞ്ഞാലോ ഒരു മിനിറ്റ്. ഇത് ഗുഡ് സ്പിരിറ്റ് കച്ചവടക്കാരനല്ലേ? ഞങ്ങളുടെ ഓജോ ബോർഡിന്റെ പിറകിൽ ആർട്ടിന്റെ വലിയൊരു പങ്കുണ്ട്. സ്വന്തം കല്ലേഷ് പക്ഷെ ഇത്രയും സമയം ഇതിന്റെ ഉള്ളിൽ ചുരുണ്ടിരുന്ന കലേഷേട്ടന് വേണം നല്ലൊരു കൈ. അപ്പം ഗുഡ് കലേഷ് പ്ലീസ് കം. Good spirit, please go. Good spirit, please go. Good spirit, please go. നമ്മളൊക്കെ യക്ഷികളാവാന്ന് വിചാരിക്കാം. യക്ഷിയാവാൻ പറ്റുവാണെങ്കിൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്ന ചോര കുടിക്കും. ഓക്കെ, ആരുടെ ചോര കുടിക്കും? ഞാൻ ഏതെങ്കിലും ഒരു പെട്ടെന്ന് കിട്ടുന്ന ബ്ലഡുള്ള ചോര കുടിക്കും. എന്റെ ബി നെഗറ്റീവാ, ഭയങ്കര റെയർ ബ്ലഡ് ഗ്രൂപ്പാ. അപ്പൊ നാട്ടില് ഈ നമ്മുടെ ക്ലബിന്റെ യൂത്ത് ക്ലബ്ബ് പെരുമ്പളയിലൊക്കെ രക്തദാനം വരുമ്പോ ഇവർ എന്നെ സെപ്പറേറ്റ് വിളിക്കും. കാരണം ഞാൻ എന്റെ ഒരു കസിൻ ബ്രദർ മാത്രമല്ല, അവൻ ഇവിടെ ഇല്ല, ദുബായിലാ. ബി നെഗറ്റീവ് വേറെ ബ്ലഡ് ഗ്രൂപ്പ് ഇല്ലല്ലോ. എന്നിട്ട് എനിക്ക് എക്സ്ട്രാ ഫ്രൂട്ടി തന്നു വിടും. ആദ്യമൊക്കെ ഞാൻ ഇതിൽ വീണു, പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ട്രാപ്പ്. 5 രൂപയ്ക്ക് ഫ്രൂട്ടി കിട്ടുമല്ലോ, അതുകൊണ്ട് ഞാൻ അത് നിർത്തി. അപ്പം എനിക്ക് പെട്ടെന്ന് നമുക്കൊരു ആവശ്യത്തിന് ബ്ലഡ് കിട്ടത്തില്ല. അപ്പം നിറയെ ബ്ലഡ് ഉള്ള ഒരു ഓപ്പോസിറ്റീവ് എടുത്തിട്ട് ഈ ബി നെഗറ്റീവ് അങ്ങോട്ട് കൊടുക്കാം. യെസ്, ശ്വേതജി ചോദിച്ചോക്കട്ടെ. വാട്ട് വിൽ യു ഡു ഒരു ദിവസം ഒരു ഗോസ്റ്റ് ആവുകയാണെങ്കിൽ? എനിക്ക് തോന്നുന്നില്ല ഞാൻ യക്ഷിയാവുന്നു. ഞാൻ നല്ല ഗുഡ് സ്പിരിറ്റ് ആവും. ശരി, ആ ഗുഡ് സ്പിരിറ്റ് എന്ത് ചെയ്യും? ആ ഗുഡ് സ്പിരിറ്റ് 3 പറഞ്ഞു. അല്ല, ഞാൻ ഹെൽപ്പ് ചെയ്യും. ആരെ ഹെൽപ്പ് ചെയ്യും? ഞാൻ എന്റെ മോളെ ഹെൽപ്പ് ചെയ്യും. മോളെ ഓ അങ്ങനെ. നോബി ചേട്ടാ, ഈ 2 പല്ലില്ലേ ആയിട്ടിരിക്കണ അത് സ്വർണ്ണ പല്ലാണ്. വാവ്, ദാറ്റ്സ് നൈസ്. ഒരു വെറൈറ്റിക്ക് വേണ്ടി അത് വെറൈറ്റി ആയിരിക്കും. എന്നിട്ട് എപ്പോഴും മൗത്ത് വാഷ് കൊണ്ട് കിടക്കും. ആ സാധാരണ ട്രാക്കുള്ള വരുമ്പോഴേ പല്ലി ചോരയല്ലേ, ഇതതില്ല. അപ്പം മൗത്ത് വാഷ് ഇട്ട് കഴുകണം. അങ്ങനെ. നമ്മള് ക്ലീൻ ആയി. ഞാൻ കുറെ എണ്ണത്തിന് നോക്കി വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഇരുട്ട് വാങ്ങി ഞാൻ കൊടുക്കും. സ്പിരിറ്റ് ആക്കി സത്യം എന്റെ ഉള്ളിൽ കുറെ ഇല്ലല്ല കുറെ വർഷത്തെ വൈരാഗ്യം കിടപ്പുണ്ട്. എല്ലാത്തിനെയും പേടിപ്പിച്ച് എല്ലാ കിടക്കും. ആരൊക്കെ നല്ല കാര്യമായിട്ട് പേടിപ്പിച്ചിട്ടുണ്ട്. അതെ, ഡൈന എന്ത് ചെയ്യും നോക്കട്ടെ. ഞാന് വേറെ നാട്ടിലെ നമുക്കറിയാത്ത യക്ഷികളൊക്കെ ഇല്ലേ, ഭഗവാനേ. യക്ഷന്മാരൊക്കെ ഇല്ലേ, ഈടാ. അവരെയൊക്കെ പോയി പരിചയപ്പെട്ട് company അടിച്ച് ഞാനേ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് അസോസിയേഷൻ പറ്റിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് അതിനുവേണ്ടി ഞാൻ ഒരു കാര്യം, നിനക്ക് ഈ ഇവിടെ ഉള്ള പരിപാടിയൊന്നും ഇല്ലേ? ഞാൻ ചോദിക്കാണ്. എന്ത് പറഞ്ഞാലും അങ്ങ് അറിഞ്ഞൂടാത്ത കാലഘട്ടവും അങ്ങ് രാജ്യം അറിവിന് അപ്പുറം സഞ്ചരിച്ച് ചിന്തിച്ചു ഓരോ കാര്യങ്ങൾ ചെയ്യണം. നല്ല ചിരി, എവിടെയോ കേട്ടോ, ഒന്നുകൂടി ചിരിച്ച്. എന്നിട്ട് പറഞ്ഞ എനിക്ക് യക്ഷിയാവുണ്ടെന്ന് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ആ യക്ഷി ചിരി ഒന്ന് ചിരി. ഈ യക്ഷി പേടിപ്പിച്ചത് ഓർക്കുന്നുണ്ടോ? ഒന്ന് പേടിപ്പിക്കാം. ഈ യക്ഷിയുടെ ഭയങ്കര ക്യൂട്ടാ. എങ്ങനെയാ യക്ഷി ചിരി എന്താന്നറിയോ? കണ്ടത് എങ്ങനെയാ? നേരെ നോക്കി ചിരിച്ചേ. അയ്യോ, കാറ്റടിക്കുന്ന മന്ദാരം അടിക്കുമ്പോൾ
നമുക്ക് നോക്കാം. ശ്രീവിദ്യ, അത് സെൽഫ് എടുക്കൂല കേട്ടോ. യക്ഷിച്ചിരി, അതെഴുതി ഇങ്ങനെ ഇതാ. ഇത് എണ്ണയിടാത്ത കപ്പിയിൽ വെള്ളം കൊണ്ടുവരുന്ന അതെ, അതെ, അതെ. ചേച്ചി നോക്കിയേ. ചേച്ചി നിങ്ങള് വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചേട്ടാ എന്റെ ഒരു മാടൻ ചിരിക്കുന്നു. നിങ്ങളെ ശ്രീവത്സൻ ചേട്ടന്റെ പോക്കറ്റിൽ എപ്പോഴും ചുണ്ണാമ്പുണ്ട്. ഇത് കുറച്ചും കൂടെ ഗംഭീരാക്കി തരാൻ വേണ്ടി ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചെറിയൊരു ഒരു ബീജം കിട്ടുകയാണെങ്കിൽ ഒരു യക്ഷിച്ചിരി, പട്ടി, പൂച്ച, വവ്വാൽ എല്ലാം ഇപ്പൊ വരും. ഫുൾ പാക്കേജ്. സീരിയസ് ആയി കൊച്ചിനെ കൊണ്ട് ഓടറാ. സത്യത്തിൽ ചേച്ചി കോപ്പയിലാണോ പാലയിലാണോ? കൊച്ചു മേടിക്കുന്ന വിചാരിച്ച് മാറ്റി നിർത്തിയതാ. അത് ഒരു കുഴപ്പമില്ല, നിനക്ക് പേടിയോട് ഒറ്റയ്ക്ക് പോരാ. ഇവിടുന്ന് നോക്കുമ്പോഴേ കലാനിലയത്തിന്റെ രക്തരക്ഷസ് നാടകം കണ്ട പോലെ. ഇവിടെ നിന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ. നിങ്ങളുടെ പിറകിൽ എന്താ നോക്കി? നീ നോക്കിയില്ലായിരുന്നു അവിടെ? ഇത് കണ്ടില്ലായിരുന്നു, ഞാൻ വിചാരിച്ചു അവിടെ മാത്രം. ശരി, അപ്പൊ ഈ ഒരു ചിരിയോടെ നമ്മൾ ബ്രേക്ക് എടുക്കാൻ പോവുകയാണ്. കോമഡി മാസ്റ്റേഴ്സിൽ ഷോർട്ട് ബ്രേക്ക്. കടലാടും കാവടി കടകം കുണ്ടല കവച കിരീടം ചൂടി തിരുകോലം കെട്ടിയൊരുങ്ങി കുലദൈവത്താറ് വടമലമുടി ചിക്കിയുണക്കി വാൽക്കണ്ണിൽ ചെമ്പൊരി ചിന്തി വരദാഭയമുദ്രയണിഞ്ഞു വരുന്നേ പെരുമാള് വന്നേരിക്കോലം വാഴണ പൂരപ്പെരുമാള് കണിയാപുരം ദേവി. കന്യാപുരം ദേവിയാ? അല്ല, കണിമംഗലത്ത് ഉത്സവത്തിന് പൊളി ആൾക്കാരാന്നൊക്കെ വൈബ് ആൾക്കാർ. കണിമംഗലം കോലത്തെ കൊടിയേറിയ പിന്നെ ആൾക്കാരുടെ ഒരു ആവേശം നോക്കി. ആൾക്കാർക്ക് എന്താ ആവേശം കാണിച്ചുവിടാത്തത്? കാശ് പോയത് എന്റെ അല്ലേ? കാശ് പോയെങ്കിൽ എന്താ, എല്ലാരും തമ്പുരാനെന്നല്ലേ വിളിക്കുന്നേ, അതും 6-ാം തമ്പുരാൻ. ആ ഒറ്റ വിളിയിലാണ് പൊളിയണത്. ഉള്ള കാശും പോയി. ഒരു കൂട്ടുകാരോട് കുറച്ച് പൈസ ചോദിച്ചപ്പോ 2 ചാക്ക് പൈസയാണ് കൊണ്ടിറക്കിയത്. അതിന്റെ പലിശയൊക്കെ ഞാൻ എവിടെ നിന്നൊക്കെ കൊടുക്കും. പിന്നെ ഒറ്റ സമാധാനം എന്ന് പറയുമ്പോ എന്തായാലും പുഴക്കരയിലെ വട്ടക്കരയിൽ തിരുവാഭരണം കൊണ്ടുവരുമല്ലോ, അതിൽ നിന്ന് 2 വള ഞാൻ അങ്ങ് എടുക്കും. ഉത്സവം കഴിഞ്ഞ അത് മൊത്തം തമ്പുരാനുള്ളതല്ലേ? ആണല്ല, അപ്പൊ ഞാൻ കിടക്കും. വിളിക്കൂ. എന്നപ്പോ നമുക്ക് ആ പാട്ട് ഒരുക്കും കൂടെ ഇട്ടാലോ? ഓക്കെ. കടലാടും കാവടി കടകം കുണ്ടല കവച കിരീടം ചൂടി തിരുകോലം കെട്ടിയൊരുങ്ങി കുലദൈവത്താറ് ഉത്സവപ്പറമ്പില് മരണക്കിണർ തുടങ്ങി തോന്നുന്നുണ്ടോ? അതെങ്ങനെ മനസ്സിലായി? ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടില്ലേ? അത് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യണല്ല, അപ്പം തമ്പുരാൻ പറഞ്ഞാണ്. 16 കൊല്ലം മുമ്പ് ഞാൻ മുടക്കിയ ഉത്സവത്തിനെ നീ കൊടിയേറ്റ് നടത്തിയല്ലേ? നീ ഉയർത്തിയ കൊടി നീ ആട്ടടിക്കുന്നോ അതോ ഞാൻ അടിക്കണോ? ഇന്നലെ അടിച്ചില്ലേ അല്ലേ? അതെങ്ങനെ മനസ്സിലായി? ഡയലോഗ് നല്ല ക്ലാരിറ്റിയും തെറ്റിയുമില്ല. ആണോ? അടി നിർത്തിയപ്പോ ഭയങ്കര പഞ്ചാടോ. ഈ പഞ്ച് ഡയലോഗ് ഒന്നും പിടിച്ചിട്ടേ. വേണ്ട ബാക്കി പിടിച്ചോ. അയ്യോ മാറിപ്പോയി. നീ സൂത്രശാലിയായ ഒരു കുറുക്കനാണ്. നീ ഇപ്പം തമാശയുടെ അളവുമായി വന്നിരിക്കുകയാണ്.
ഇവിടെ കൊടി ഉയർത്തിയാൽ ഞാൻ സമ്മതിക്കത്തില്ല. സമ്മതിച്ചാൽ തന്നെയും ഇവിടെ ഒരു ഭാരതപ്പുഴ ഒഴുകും. ഭാരതപ്പുഴയാ? ചോരപ്പുഴ ഒഴുകും. അടിച്ചൊന്നുമല്ല, ഇതിലൊരു ബീറ് മാത്രം അടിച്ചുള്ളൂ. അതാണ് സത്യമായിട്ട് പറഞ്ഞത്. ബാക്കി പിടിച്ചോളാം ഞാൻ. തമ്പുരാനെ, നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാം. പറയൂ. സമാധാനത്തിന്റെ പാതയിലേക്ക് നമുക്ക് ഇറങ്ങി വരാം. അതെന്താ നിനക്ക് ഇപ്പൊ അങ്ങനെ ഒരു മനം മാറ്റം? ഒന്നുമില്ല തമ്പുരാനെ, ഇപ്പൊ മൊത്തം വയലൻസിന്റെ കാര്യമല്ലേ. നമ്മളൊരു സിനിമ കാണാൻ ചെന്നാൽ തന്നെ സിനിമാ തിയേറ്ററിൽ എന്താ ഓടുന്നത്? പിന്നെ അത് പോയിട്ട് നമ്മൾ ടിവിയിൽ ഒരു ഉല്ലാസന്റെ സ്കിറ്റ് കാണാന്ന് വിചാരിച്ച അതിന്റെ താഴെയും എഴുതി കാണിക്കുന്നു മോസ്റ്റ് വയലൻസ് അതുകൊണ്ട് വയലൻസ് എല്ലാം വിട്ട് നമുക്ക് സമാധാനത്തിന്റെ പാതയിലേക്ക് ഇറങ്ങി വരാം. ഉണ്ണിമായ, അതങ്ങ് തിരിച്ചു കൊടുത്തേക്കൂ. നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം വേണ്ട തമ്പുരാനെ, അതുകൊണ്ടാണ്. അതിനങ്ങനെയൊക്കെ വാങ്ങിച്ചോ. ഇതെന്താ ഇത്? ഇത് നമ്മൾ ഉയർത്തിയ കൊടിയാണ്, നമ്മൾ തന്നെ അഴിച്ചു വെച്ച് കൊണ്ടുപോയി ഒരു പ്രശ്നം. അയ്യോ അങ്ങനെ പറ്റത്തില്ല. അയ്യോ ഇത് കൊടി ഉയർത്തുമെന്ന് മാത്രമല്ല, നമ്മൾ തമ്മിൽ ഉടക്കണം. ഉടക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര അടിയുണ്ട്, ഫൈറ്റ് ഉണ്ട്. ഇല്ല തമ്പുരാനെ, അങ്ങനെ പറയരുത്. ഇത് എന്നോട് ഒരു കാര്യം നടക്കി. സമാധാനം സമാധാനം സമാധാനം. നീളത്തിലുള്ള വലിയ ഡയലോഗൊക്കെ ഉള്ളതാണെന്ന് എന്റെ ഒറ്റ കണ്ണിമാങ്ങ. നീ എങ്കിലും കണ്ണിമാങ്ങലോട് ഞാൻ ഉണ്ണിമായാണ്. എന്നോട് ഉടക്കാൻ നിൽക്കുന്ന കാര്യമല്ലേ പറഞ്ഞു. അവനോട് ഉടക്കാൻ പറയാം എന്നോട്. അല്ല ഓട്ടക്കനുണ്ടോ? ഓടക്കാൻ താല്പര്യമില്ല. താല്പര്യമില്ല. അയ്യോ ഇത് പിടിച്ചവിടുന്നു. കൊടി ഉയർത്തി കഴിഞ്ഞാൽ 7-ാം നാൾ ഉത്സവം. അത് നടത്തിച്ചിട്ട് ഞാൻ നിന്നെ ഇവിടുന്ന് പിടുത്തുള്ളൂ. കൈയടിച്ച് കയറ്റി വെക്കാൻ പിള്ളേരോട്. നിർത്തറ. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമം എന്റെ രോമത്തിൽ പോലും തൊടില്ല. അങ്ങനെ ആസിക്കൽ റിസർവ് ബാങ്കിൽ നോട്ടടിക്കുന്ന പ്രസിഡന്റല്ലോ കമ്മട്ടം. അതെടുത്തു വെച്ച് തുലാഭാരം തൂക്കിയാലും മാരാരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കും. അതെനിക്ക് പണ്ടേ ഉള്ളൊരു സംശയമാണ് കേട്ടോ. ഈ കമ്മട്ടം കൊണ്ടുവച്ചാൽ ഈ പുള്ളി എന്താ ഈ തുലാഭാരത്തിൽ നിന്ന് പൊങ്ങാത്തെ? എന്തോ ഒരു രഹസ്യം ഉണ്ട് അതിനകത്ത്. അല്ല സംഭവം എന്താണെന്നറിയോ? അല്ലല്ല അത് കുഴപ്പമില്ല. ഡയലോഗിന്റെ പഞ്ചായത്ത്. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഇതിന്റെ പഞ്ചെന്നാന്ന് ഞങ്ങൾക്കൊന്നും അറിയണമല്ലേ. 50 കിലോയുടെ കട്ട് തൂക്കിയിട്ടായിരുന്നുണ്ടോ ഇവിടെ ഈ പൊങ്ങുന്നില്ല പൊങ്ങുന്നില്ലെന്ന് പറഞ്ഞത്? ഇത് കാര്യം എന്തെന്നറിയോ? ഈ റിസർവ് ബാങ്കിലെ നാസിക്ക് മറ്റേ കമ്മട്ടം ഇല്ലേ, ആ കമ്മട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ആണ്. ഞാൻ ആകപ്പാടെ 40 കിലോ ഉള്ളൂ. ഈ 50 കൂടെ 90 കിലോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഡയലോഗിന് പ്രസക്തി ഇല്ലാതായി പോവും. അതല്ലേ അത് നിങ്ങളെ അത് ആവശ്യമില്ല. അതുകൊണ്ടാണ് പവിത്ര ഈ മാരാര് കേസ് അപ്പിയർ ചെയ്യുകയും ചെയ്യും, MK മേനോനെ പുഷ്പം പോലെ കൊണ്ടുവരികയും ചെയ്യും. അതിന് നീ ഇപ്പൊ ഇവിടെ പറയുന്നത് അരസംഖം അല്ലേ? ഇത് 6-ാം തമ്പുരാനല്ലേടാ ഇത്? പിള്ളല്ലാണ്ട് 6-ാം തമ്പുരാൻ ഇടയ്ക്ക് വന്നിട്ട് ഈ നരസിംഹം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ നീ? അല്ല ഇത് നരസിംഹം അല്ലേ ഇത്? ഇല്ല. ഇതിപ്പോ സംഭവം എന്താണെന്നറിയോ? ഈ എല്ലാ സിനിമകളും ഒരേ പാറ്റേൺ. അതുകൊണ്ടാണ് എനിക്ക് കൺഫ്യൂഷൻ അടിക്കുന്നത്. അതങ്ങനെ എല്ലാം ഒരു പാറ്റേൺ അല്ലേ? ഇപ്പൊ തന്നെ ഈ ഭാരതപ്പുഴ മറ്റേ പടത്തിനകത്തുണ്ട്, ഈ മറ്റേ കോവിലെ കൊണ്ടല്ല, അത് 2 സിനിമയ്ക്കകത്തുണ്ട്. അങ്ങനെ കൺഫ്യൂഷൻ ആണ്. എന്തോ ചെയ്യപ്പോ ഞാൻ വന്നിട്ട് ഒരു കാര്യമില്ല, സീനൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ പറയില്ലേ? എനിക്ക് ടൈല് പറഞ്ഞില്ലേ ശമ്പളം കിട്ടത്തില്ല. ഒരു കാര്യം ചെയ്യാം, എന്തായാലും നിങ്ങൾ ഉത്സവം നടത്തിയല്ലേ, മാരാർ ഉത്സവത്തിന് വന്നു. പിന്നെ ഡൽഹി കിടക്കുന്ന മാരാർ ഉത്സവം ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പൊ പട്ടിക്കാട്ടിലോട്ട് വരാൻ പോലും നീ ഇറങ്ങി പോയാ. ഈ കോസ്റ്റ്യൂം കൊണ്ട് കൊടുക്കുമ്പോ പുള്ളിയുടെ വായിരിക്കുന്ന തെറിയും കേൾക്കണം. എന്റെ ദൈവം. ഒരു കാര്യം ചെയ്താലോ, ഈ നരസിംഹം സിനിമ ഇവിടെ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇപ്രാവശ്യം ആരും എടുത്തിട്ടില്ല. അടുത്ത ഷെഡ്യൂളിൽ ചിലപ്പോ നമ്മൾ എടുക്കും. മതി. അങ്ങനെയാണെങ്കിൽ ഈ ഷെഡ്യൂൾ ഞാൻ ഇവിടെ കളിച്ച് വെച്ചുതരാം. അപ്പൊ നിങ്ങൾ അടുത്ത ഷെഡ്യൂൾ കളിക്കുമ്പോ ഇതെടുത്തായിട്ട് ഇവിടെ എഡിറ്റ് ചെയ്താലോ? എനിക്ക് മീറ്റടിക്കണം, എനിക്ക് ശമ്പളം സംഭവം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്താ. ഇത് തലേ കെട്ടിക്ക്. പറ അങ്ങോട്ട് തലേ കെട്ടി അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറഞ്ഞ് കേൾക്കാതെ കിടന്ന് അതും ഇതും പറയല്ലേ. ആ മുഖം ഇങ്ങനെ പിടിച്ചേ. എങ്ങനെയാ ഇങ്ങനെ പിടിച്ചേ? എത്തട്ടാതി ഞാൻ ഇങ്ങനെ കോക്കറി കാണിക്കാം. അല്ലെങ്കിൽ മുണ്ട് മുടക്കി കുത്തിക്ക്. ഈ ആ കട്ടി ആദ്യം അഴിച്ചു കളയാം. നീ ഇപ്പൊ ആരാന്നറിയോ? ഭീമന്റെ. നീ ഇപ്പൊ എന്റെ വലങ്കയ്യാണ്. അപ്പുക്കുട്ടി നമ്പിയാ. ഞാൻ അടിക്കാൻ പറയുന്നു, അപ്പം കയറി അങ്ങ് അടിച്ചാ മതി. അടിച്ചു നിർത്തണ ഈ പരീക്ഷകളെ. വരണം മിസ്റ്റർ ഇന്ത്യ ഓടാൻ കുറച്ച് നാളായി എന്റെ കയ്യും കാലൊക്കെ നോക്കട്ടെ. എന്റെ ദൈവമേ, നീ ദൈവത്തെ ഓർത്ത് ഇന്ന് നരസിംഹം അങ്ങ് വിടണ. നീ 6-ാം തമ്പുരാന്റെ ഡയലോഗ് പറഞ്ഞില്ല. ഈ സിനിമകളെല്ലാം ഒരു പാറ്റേൺ കൊണ്ട് എനിക്ക് ആകപ്പാടെ കൺഫ്യൂഷൻ അടിക്കുന്നതാണ്. നരസിംഹമല്ല, 6-ാം തമ്പുരാൻ. വീട് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. എന്തായി കോലം പൊളിക്കുന്ന കാര്യം? കോലവും അല്ല, കോലകം പൊളിക്കുന്ന കാര്യം അതൊക്കെ കഴിഞ്ഞ്, അതൊക്കെ ഫസ്റ്റ് ആയിരുന്നു. സീനാണിത്. ഞാൻ അടിക്കാൻ പറയുമ്പോ നീ അടിച്ചാൽ മാത്രം മതി. ഡയലോഗ് വേണ്ട. ഡയലോഗ് എല്ലാം കഴിഞ്ഞു പോയ സംഭവമാണത്. ഞാൻ പറയുമ്പോ നീ അങ്ങ് അടിച്ചോണം അവിടുന്ന്. ഓക്കെ, അടിച്ചു ഓടിക്കണ ഈ പരീക്ഷകളെ. താറുകൊടുത്തടിക്കണ, താറുകൊടുത്തടിക്ക.
ചൊരുവി തന്നത് ചൊരുവെങ്കിലും ഇത് അടിക്കാൻ പറ്റത്തുള്ളൂ. എടാ ദൈവത്തെ ഓർത്ത് നീ അതെങ്ങനെ ഉടുത്തിട്ടൊന്ന് അടിക്കാൻ നോക്കണം അവനെ. അടിച്ചെങ്കിലല്ലേ സിനിമ പോത്തോളൂ. ഞാനിപ്പോ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് മറു ഉടുത്തിട്ട് ഞാൻ അടിച്ചു കാണിച്ചു തരാം. അണ്ണ മാറ് വെയിറ്റ് അണ്ണ. നടക്കോ? ഓക്കെ അണ്ണോ അണ്ണാ ഞാൻ എവിടെ ഞാൻ എവിടാണ്ടാ പോയെന്ന്. പിന്നെ അണ്ണ ഇത് ഡബിൾ മുണ്ടായിട്ടാണ് നിങ്ങൾ പിടിയല്ലത്. എങ്ങനെയാണ് ഉടുക്കുന്നത്? നീ അപ്പുറത്ത് ആ മൂലയ്ക്ക് അങ്ങനെ പോയിട്ട് നീ ആ മുണ്ടെടുത്തോട്ട് ഓടിയാ. അടിക്കാൻ പറ്റത്തുള്ളൂ. നീ പോയി മുണ്ടെടുത്തോളൂ. എടോ അപ്പം തമ്പുരാനെ, ജഗന്നാഥന് മുണ്ടെടുത്തടിക്കുന്നവരെയാ ഇഷ്ടം. കൂടെ കുറച്ചുകൂടെ മുണ്ടെടുക്കാൻ അറിയാവുന്നവരെ വിളിച്ച് കൂടെ നിർത്ത്. എനിക്കത് മനസ്സിലായി. എന്റെ കൂട്ടത്തിലുള്ള ശപ്പന്മാരെ കൊണ്ട് നടക്കത്തില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പുറത്തു നാളെ ഇറക്കിയിട്ടുണ്ട്. എന്റെ അരുമ ശിഷ്യൻ ചെങ്കളം മാധവൻ. അപ്പാ നീ വന്നുവല്ലേ? ഐസ് കിറ്റുള്ളതല്ലേ? പിന്നെ അനീഷ് വിളിച്ചോ ഐസ് കിറ്റിലാണ്. നീ കയറി വരുമ്പോ ഞാൻ അങ്ങനെ ചോദിക്കുന്നതാണ്. ഇത് ഉള്ളതാണ്, സിനിമയ്ക്കകത്തുള്ളതാണ് അങ്ങനെ ചോദിക്കുന്നത്. നീ ഒന്നുകൂടെ വിളിച്ചേ. അപ്പാ നീ വന്നുവല്ലേ? അപ്പന്റെ കളരിക്കറി ഒരുത്തന ആളായിട്ടുണ്ടെങ്കിൽ അത് ഈ ചെങ്കളം മാധവന്റെ കൈത്തരിപ്പ് മാറ്റാൻ വേണ്ടി മാത്രമായിരിക്കും. ആരാന്ന്? ചെങ്കളം മാധവൻ. അയ്യോ ഞങ്ങളുടെ മോഹൻലാലിന്റെ ഒപ്പം ഇത് മാച്ച് ആവൂലട്ടാ. ആവൂല, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കട്ടെ. എന്റെ കൊച്ചെ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളു. ഞാൻ ആദ്യം ക്യാരക്ടർ ഒന്ന് ആവായിക്കട്ടെ, പിന്നെ ഞാൻ എന്നെ വളർത്തിക്കൊള്ളാം. ഇപ്പൊ ഫ്രീ ആണ്. എന്തേ ഈ മുണ്ടിന് തലേന്ന് പോയടോ മുണ്ടെടുത്തെങ്കിലും അടിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് എന്തേലും കളിയിൽ ഏർപ്പെടാം. മഞ്ചാടിക്കുരു അളവാ അവരെ കളി തുടങ്ങിയിട്ടുണ്ട്. ചെന്ന് ചോദിക്കേ. ചോദിച്ചാ തന്നില്ലെങ്കിലോ? എന്തോന്നു മഞ്ചാടിക്കുരു. എടാ മഞ്ചാടിക്കുരു ചോദിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്താ ചോദിക്കേണ്ടത്? എടാ നീ അവിടെ ചെന്നിട്ട് കാലും കൊണ്ട് കയറ്റി വെച്ചിട്ട് അവന്റെ മുഖത്ത് നോക്കി ചോദിക്കണം, ഞാനും കൂടെ കൂടിക്കോട്ടെ കളിക്ക്. അതാണ് ഡയലോഗ്. അത് ഞാൻ കിടക്കണം. കാലുമ്മ കാലി കയറ്റി വെച്ച് മുഖത്ത് നോക്കി കേട്ടോ. ചെങ്കളം മാധവൻ, നിന്നെ കുറിച്ച് ഞാൻ കേട്ടു. നിന്റെ വരവും ഞാൻ പ്രതീക്ഷിച്ചു. ഞാനും കൂടെ കൂടണ്ടേ കളിക്കാൻ. ഞാനും കൂടെ കൂടണ്ടേ കളിക്കാൻ. ഞാനും കൂടെ കൂടണ്ടേ കളിക്കാൻ. ഇപ്പോ എന്നാ അപ്പച്ച നീ ഏതാണ്ട് കൈ നിട്ടുണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ട് നിന്റെ കയ്യിൽ നിന്ന് മൊത്തം പോകാനുള്ള. ആദ്യം ഇതൊന്ന് പറഞ്ഞ് കറക്റ്റ് ചെയ്യട്ടെ, എന്നിട്ടേ കഴിഞ്ഞിട്ടുള്ള. എടാ ഞാനും ഇതാണോ ഡയലോഗ് പറയേണ്ടത്? പിന്നെ ഏതാ? ഞാനും കൂടെ കൂടട്ടെ ഈ കളിക്ക്. ആദ്യം എന്നെ അവര് ചേർക്കട്ടെ, പിന്നെ അപ്പനെ ഞാൻ വിളിച്ചോളാം അങ്ങോട്ട്. എടാ എന്നെ ചേർക്കുന്ന കാര്യമല്ല പറഞ്ഞത്, നീ അവിടെ ചെന്ന് പറയേണ്ട ഡയലോഗാ പറയുന്നത്. എന്നെ കൂടെ കൂടട്ടെ ഈ കളിക്ക്. എന്നെ കൂടെ കൂടട്ടെ, ഞാനും കൂടെ കൂടട്ടെ. ഞാനും കൂടെ കൂടണ്ടേ കളിക്ക്. ഞാനും കൂടെ കൂടണ്ടേ. ഞാൻ സത്യം പറയട്ടെ, സത്യം പറഞ്ഞ ഈ സ്കിറ്റിൽ എന്റെ ആവശ്യം ഇല്ല. നീ വന്ന് ഇവിടെ കളിച്ചപ്പോഴല്ലേ അത് മനസ്സിലായത്? അതെ, നിങ്ങൾ ഈ 3 പേരും കൂടെ കളിച്ച് കയറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ പൊക്കൂട്ടെന്നാ. ഞാനേ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഞാനും കൂടെ കൂടട്ടെ കളിക്ക്. ഒരു 50 പ്രാവശ്യം അവിടെ പേരുന്ന് എഴുതി പഠിച്ചിട്ട് പാ. ഞാനും കൂടെ കൂടണ്ടേ കളിക്ക്. ഹലോ ഹലോ ഇപ്പൊ ഫ്രീ ആണോ? ഫ്രീ ആണ്. ഈ മുണ്ടിന് തലയൊന്ന് പിടിയാലേ ഉടുക്കട്ടെ. ഒന്ന് പോയേ കണ്ടണ്ടേ. അതൊക്കെ വേണ്ടേ? ഞാനും കൂടെ കൂടണ്ടേ കളിക്ക്. ഈ 6-ാം തമ്പുരാൻ മാറ്റി നരനാക്കിയാല. അതിനകത്താകുമ്പോ ഭീമന്റെ ഒരു മുണ്ടില്ല, നിക്കറ് മാത്രമേ ഉള്ളൂ. അത് വെച്ച് നമുക്ക് അടിക്കാം. തലയൊന്ന് പിടിച്ചേരാ. എന്റെ ദൈവം ഒരുത്തനാണ് മുണ്ട് കൊടുത്തോണ്ട് നടക്കുന്നത്. കിടക്കുന്നത്. ഹലോ ഹലോ അപ്പഴാണ് ഞാൻ നോക്കണ്ട പള്ളക്കൂട്ട് കൊടുത്തു. ഞാൻ ഒരു കറക്റ്റായിട്ട് പഠിച്ചിട്ട് വരുവാ. ഞാനും കൂടെ കൂടണ്ടേ കളിക്ക്. ഞാനും കൂടെ കൂടണ്ടേ കളിക്ക്. ഞാനും കൂടെ ഇനി ഞാൻ അപ്പൊ നമുക്ക് തിരുവാഭരണ കൈമാറി പുഴക്കര കിടന്ന് അടി ഉണ്ടാക്കിയാലോ? വേണ്ട. എന്തിന്? എന്റെ കൂട്ടത്തിൽ കിടക്കുന്നവന്മാരെ കണ്ടായിരുന്നോ? നിൽക്കുന്നു ഒരുത്തനാണെന്നുണ്ടെങ്കിൽ അമരത്തിലെ മാത് കിടക്കുന്ന പോലെ കിടക്കുക കേട്ടോ. ഒരുത്തിന്റെ മുണ്ടിന് തലപ്പും തപ്പിക്കൊണ്ട് നടക്കുക അവിടെ കേട്ടാ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അപ്പൊ നമുക്ക് പുഴക്കരയിൽ അടി ഉണ്ടാക്കണം, തിരുവാഭരണം വാങ്ങിക്കണം, എനിക്ക് തലയും വെട്ടണം. എന്റെ പൊന്നു നീ ആദ്യം വന്നപ്പോ പറഞ്ഞായിരുന്നല്ലോ സമാധാനത്തിന്റെ പാതയിലോട്ട് പോകാന്ന്. നമുക്ക് ആ സമാധാനത്തിലൂടെ അങ്ങ് പോയാലോ? അപ്പൊ പറഞ്ഞിട്ട് അപ്പൊ സമ്മതിച്ചില്ലല്ലോ. ഇനി അത് വേണ്ട. ഇനി അടിയും വഴക്കുമെങ്കിൽ അടിയും വഴക്കും. അയ്യോ അത് പറ്റത്തില്ല പൊന്നു അത് പറ്റത്തില്ല. ഇല്ല ഒരു കാര്യം ചെയ്യ്, നീ ഉത്സവം നടത്തിക്കോ, ഞാൻ നിന്റെ കൂടുതൽ നിന്ന് വരാം. മനസ്സിലായില്ല? നീ ഉത്സവം നടത്തുന്നു, അത് നമ്മൾ കൊടിയേറ്റുന്നു, 10 ദിവസം ഉത്സവം, അങ്ങനെ നമ്മൾ ഗാനമേള നടത്തുന്നു. ഗാനമേളയ്ക്ക് നമ്മളെല്ലാം കൂടെ ആർവാദിക്കുന്നു, അടിച്ചു പൊളിക്കുന്നു. അപ്പൊ 12-1 മണി വരെ ഡാൻസ് കളിക്കുന്നു. വന്നേ, നമ്മൾ ഈ 12-1 മണി വരെ നമ്മൾ ഡാൻസ് കളിച്ച് കുഴയുമ്പോഴേ
പോകുമ്പോ നമ്മളെ വാരിട്ടടിച്ചിട്ട് പോകുന്നു. നീ ഏത് കാലത്താടാ ജീവിക്കുന്നത്? അരെ ഇപ്പൊ ഉത്സവകാലമല്ലേ? ഈ ഉത്സവകാലത്ത് ഇപ്പോഴത്തെ നിയമം നിനക്കറിയാവോ? എന്തോന്ന്? 10 മണി വരെ ഉള്ളൂ മൈക്ക് സാങ്ഷൻ. 10 മണി കഴിഞ്ഞ് പരിപാടി നടത്തുമ്പോ ഇവനെ പോലീസ് പിടിച്ചോണ്ട് പോത്തില്ലേ? അത് കഴിയുമ്പോ പിന്നെ നമ്മളല്ലാണ് ഉത്സവം നടത്തുന്നത്. അപ്പൊ ഉത്സവം നമ്മൾ അടിച്ചു പൊളിക്കും. അപ്പോഴത്തേക്കിനും ഞാൻ പറക്കും, നിങ്ങൾ വെറും 0. ആയുസിന് വേണ്ടി ഉറക്കെ പ്രാർത്ഥിച്ചോളൂ. ആയുഷ്മാൻ ഭവ. ഞാനും കൂടെ കൂടട്ടെ കളിക്കാൻ? ആട് ശരിയാക്കിയില്ല. അപ്പൊ മുണ്ടും കെട്ടി കിട്ടി. രണ്ട് റെഡിയായ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്തല്ല, അടി തുടങ്ങിയാലോ? അടി തുടങ്ങണ്ട. ഏതായാലും ക്ലൈമാക്സ് അല്ലേ? നമ്മൾ രണ്ടും ഒരുമിച്ച് സ്ഥിതിക്ക് നമുക്ക് ഇനി ഈ ഉത്സവം അടിച്ചു പൊളിച്ചങ്ങ് തീർച്ചയായിട്ടും അവിടുന്ന്. എന്നാ ഓക്കേ. തിരുകോലം കെട്ടിയൊരുങ്ങി കുലദൈവത്താര് വടമലമുടി ചിക്കിയുണക്കി വാൽക്കണ്ണിൽ ചെമ്പൊരു ചിന്തി വടമലമുടി ചിക്കിയുണക്കി വാൽക്കണ്ണിൽ ചെമ്പൊരു ചിന്തി മുദ്രണിഞ്ഞു വരുന്നേ പെരുമാട് വന്നേരിക്കോലം വാഴണ പൂരപ്പെരുമാട്. ഹലോ ഹലോ, ആ ഫോട്ടോഗ്രാഫർ പ്രദീപല്ലേ? എന്നൊക്കെ ആൾക്കാര് പറയുന്നത്, പറഞ്ഞോ. പിന്നെ ആ എന്റെ മോളുടെ കല്യാണ ഫോട്ടോ നിങ്ങളെ എടുത്ത ഓർമ്മയുണ്ടോ? ഓർമ്മയും ബുദ്ധി കൊണ്ട് ഇയാളെ സ്വന്തം മോളെ കല്യാണ പ്രോഗ്രാം എനിക്ക് തരുമോ? മനസ്സിലായി, ഞാൻ ആൽബം കൊടുത്ത് വിട്ടായിരുന്നു. ആ ആൽബം കിട്ടി കേട്ടോ. ആ കണ്ടായിരുന്നോ? കിട്ടി കണ്ടായിരുന്നു. ഞങ്ങളെ ബന്ധുക്കളും എല്ലാരും ഉണ്ട് അതിനകത്ത്. പക്ഷെ കല്യാണ ചെറുക്കനും പെണ്ണും ഇല്ല കേട്ടോ. അത് പിന്നെ കല്യാണ ചെറുക്കനും പെണ്ണ് നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഉണ്ടല്ലോ. അത് ഞങ്ങൾ സിംബോളിക്കായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ന്യൂ വെറൈറ്റി ആണത്. എന്നാ കൊള്ളാം. താങ്ക് യു. നൈസിനെ അടി മിസ്സാക്കി വിട്ടു. കല്യാണ ചെറുക്കനും പെണ്ണും ഇല്ലാതെ അവിടെ ആൽബം സെറ്റ് ചെയ്ത് കൊടുക്കണം. അമ്പളിക്കുട്ടാ, നമസ്കാരം. ചേട്ടാ, അതെ, ഞാനൊരു സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറാണ്. സാറ് പറഞ്ഞിട്ട് ഇവിടെ വന്നതാണ്. നിങ്ങളെ കുറച്ച് കാൻഡിഡ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് അത് ചെയ്യുന്നത് കുഴപ്പമില്ലല്ലോ, ഫ്രീ ടൈം ആയതുകൊണ്ടാണ്. നമ്മുടെ എന്റെ ഒരു അസിസ്റ്റന്റ് ഉണ്ട്, അമ്പളിക്കുട്ടൻ, വരുമോ നോക്കട്ടെ? അല്ല, എന്നിട്ട് നമുക്ക് എടുക്കാം. നിന്റെ അമ്മൂമ്മയുടെ 28. നിന്റെ അമ്മൂമ്മയുടെ 28ടാ അമ്പളിക്കുട്ടാ. നിന്റെ അമ്മൂമ്മയുടെ 20. ഫ്ലോറാണ്. എടാ, നീ എന്തോന്ന് വൃത്തി പറയണ? വൃത്തിയേട്. ഞാൻ എന്തോന്ന് വൃത്തിയോട് പറഞ്ഞു? നിന്റെ അമ്മൂമ്മയുടെ 28. ഫ്ലോറാണെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു നീ വൃത്തിയോടല്ലേ വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നത്? എന്റെ കൂട്ടുകാരന്റെ അമ്മൂമ്മയും എന്റെ അമ്മൂമ്മയുടെ ആശുപത്രിയിൽ പോയി. ടോക്കൺ നമ്പർ മാറിപ്പോയി. അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. നിന്റെ അമ്മൂമ്മയുടെ 28. എന്റെ അമ്മൂമ്മയുടെ 16ആണ്. നിന്റെ അമ്മൂമ്മയുടെ 28. ഓക്കെ. എവിടെ പോയിരുന്നോ? എപ്പോഴേ വരാൻ പറഞ്ഞതാ. എവിടെ പോയിരുന്ന? പിന്നെ ഒരു 2 ദിവസത്തേക്ക് എനിക്ക് ലീവ് വേണം കേട്ടാ. എന്തിന് ലീവ്? എന്റെ വീട്ടിലൊരു പുതിയ അതിഥിയും കൂടെ വന്ന്. ദൈവമേ, ദൈവത്തിന് നന്ദി. കൺഗ്രാചുലേഷൻസ്. താങ്ക് യു. മോനാ മോളാ? മോയ്. അപ്പച്ചീര മോനാ. സ്കൂൾ അടച്ചപ്പോ 2 ദിവസത്തേക്ക് വീട്ടിൽ വരാൻ കൂടെ കളിക്കാൻ പോണം. കളിക്കാൻ പോണോ? സ്റ്റുഡിയോന്ന് പുറത്തിറങ്ങി കാൽമുട്ടി ഞാൻ തല്ലി ഓടിക്കും. കളിച്ചോട്ടെ. ഒരു നേരം കറക്റ്റ് ആയിട്ട് വരത്തുമില്ല, കൃത്യമായിട്ട് ചെയ്യത്തുമില്ല. എടാ, ഒരു ഫോട്ടോ നിനക്ക് ഇത്രയും നാൾ നിന്നിട്ട് എനിക്ക് എടുക്കാൻ അറിയാമോ? എടുത്തല്ലോ. ഇവരെ അടുത്ത് ആ സീനറി, പുഴക്കരയിലെ സീനറി എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തായിരുന്നോ? എടുത്തു. ഇത് ലീലാമണിയുടെ സീനറി, ഇത് തങ്കമണിയുടെ സീനറി. എന്റെ പൊന്നു സുഹൃത്തെ, അവിടെ ഗജരാജൻ ആനയെ കുളിപ്പിക്കുന്ന സീനറി ഉണ്ടായിരുന്നോ? അതല്ലേ എടുക്കാൻ പറഞ്ഞത്? കുളിസീനൊന്നും ഞാൻ എടുക്കത്തില്ല. ഇത് പിന്നെ ലീലാമണി മറ്റേ ചീര നടന്നത്, ഇത് തങ്കമണി വാഴ നടന്നത്. അങ്ങനെയാണല്ലോ കൊല്ലിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും നാളെ നിന്നിട്ട്. എടാ, നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെ അറിയാമോ? കോമഡി മാസ്റ്റേഴ്സിന്റെ ഫ്ലോറിലാണ്. ഇവിടെ നോബി ഉണ്ട്. അതെനിക്കുണ്ട് സ്റ്റാമ്പ് കളക്ഷൻ. എന്തോന്ന് ഹോബി? സിനിമ നടൻ നോബി ഉണ്ടെന്ന്. പിന്നെ ശ്വേത എന്റെ ഒന്നും ഇല്ല. എന്തോന്ന്? കയറ് തരാൻ പറഞ്ഞു. ശ്വേത ഡയാനുണ്ട്. ആന ഡൈ തേക്കിയ കടുവ വൈറ്റ് വാഷ് അടിക്കും. പറയാൻ ചെയ്യാതെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം, മനസ്സിലായ? അല്ലെങ്കിൽ തന്നെ ഒരു കാര്യത്തിന് നിന്നെ കൂട്ടണ്ടായിരുന്നു. നിന്റെ മാമ ഉണ്ടല്ലോ, മാമൻ രഘു മാമൻ, നല്ല അസിസ്റ്റന്റ് ആണ്. എല്ലാം കൃത്യമായിട്ട് ചെയ്തോളൂ. നല്ല ഫോട്ടോഗ്രാഫിയിൽ ഫ്രെയിമും വരെ അറിയാം. മാമ പോടേ? മാമ മരിച്ചുപോയി, അറിഞ്ഞില്ലായിരുന്നോ? അയ്യോ, മരിച്ചുപോയാ? മരിച്ചുപോയി. എങ്ങനെയാടാ? മാമ ഒരു തീർത്ഥയാത്രയ്ക്ക് പോയി. മൂത്രം ഒഴിക്കാൻ കഥ തുറന്ന് വെളിയിലിറങ്ങിയാണ് മരിച്ചുപോയി. തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ മൂത്രം ഒഴിക്കാൻ കഥ തുറന്ന് വെളിയിറങ്ങി മരിച്ചു പോവാ? അതെങ്ങനെ? ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുവായിരുന്നു.
മാമന്റെ തീർത്ഥയാത്ര തീർത്ത് അതോടെ മാമൻ തീർത്തു. പക്ഷെ ഒരു മരണം നടന്നപ്പോ തൊട്ടടുത്ത വീട്ടിൽ എന്റെ അടുത്ത് പറയണ്ടായിരുന്ന ആരെടുത്ത്? ഒരു കണ്ടം ചാടിയ പോലെ എന്റെ വീട്. നിങ്ങളെ വീട്ടിൽ വന്ന് രാത്രി ഇത് പറയാനായിട്ട്. നീ വന്ന് അപ്പൊ നിങ്ങളെ വീട്ടിൽ കച്ചേരി കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാം കിടന്ന് ഉറങ്ങുന്നു. അനാവശ്യം പറയുന്നത്. എന്റെ വീട്ടിൽ കച്ചേരി ഒന്നും ഇല്ലായിരുന്നു. കച്ചേരി ഉണ്ടായിരുന്നു. കച്ചേരി ഉണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല രാത്രി ആ ഭിത്തിയിൽ ഒരു വീണ ഇങ്ങനെ കുത്തിച്ചാരി വെച്ചേക്കുന്നത്. എന്റെ പൊന്നു സുഹൃത്തെ, അത് വീണ കുത്തിച്ചാരി വെച്ചിരുന്നതല്ല. അളിയൻ വെള്ളം അടിച്ചിട്ട് തുണിയില്ലാതെ തലം കുത്തിന് നിൽക്കുന്നതാണ്. പറയാതിരിക്കാൻ വയ്യ, എന്തൊരു സ്ട്രക്ചർ എന്റെ അമ്മച്ചി. അളിയൻ കാരണം വീട്ടിൽ സൗകര്യമില്ലാത്തത്. പയ്യാൻ നടക്കുന്ന എന്റെ അമ്മാമ്മ ഉണ്ടല്ലോ, തളർന്നു നടക്കുന്ന അമ്മാമ്മ ഭയങ്കര കരച്ചിലാണ്. പാവ ഇവ കിടന്ന് ബഹളം കാണണം. പാവ അമ്മാമ്മ. ആര് വയ്യാതെ നടക്കുന്നത്? എന്റെ അമ്മാമ്മ തളർന്നു നടക്കുന്നത്. സത്യം പറയല്ലണ്ണ, അവർക്ക് ഒരു ഗുരുവില്ല. തന്നെ നിനക്കങ്ങനെ അറിയാം? ഞാൻ ഒരു സമയം പരിക്കാത്ത കയറി ശകലം മുറുക്കാൻ ഇങ്ങോട്ട് എടുത്ത് ഈ കട്ടിലിൽ കിടന്നവര് ഭിത്തിയിൽ കൂടെ ചവിട്ടി വന്ന് ഏറിൽ 3 കാരണം പറഞ്ഞ് എന്റെ നടുവത്ത് 6 ചവിട്ട്. എല്ലാവരും അവനാണ്. അവരാണ് ആ വീട്ടിലെ പീറ്റർ ഹെയിൻ. അത് കിട്ടണം. മോഷണമല്ലേ പരിപാടി. ഇപ്പൊ മോഷണം തുടങ്ങിയല്ലേ? അതെങ്ങനെ വല്ല ജോലിക്ക് പോയല്ലേ 10 പൈസ കിട്ടുള്ളൂ. വല്ല പണിക്കും പോടാ അമ്പളി കൂട്ടാ. പോവാതെ ഞാൻ ഇന്നലെ ഒരു 500 രൂപ എന്റെ വീട്ടിൽ കൊടുത്തേ ഉള്ളൂ. അറിയാമോ? മോഷണമായിരിക്കും. മോഷണമൊന്നുമല്ല, മറ്റേ ഹണി ട്രാപ്പ്. ഇതൊന്ന് ഹണി ട്രാപ്പ് ഇല്ലേ? അതൊക്കെ വലിയ ഉടായിപ്പാണെന്ന്. അത് എനിക്കറിയാം. ഈ ബോംബെ ഒരു പെണ്ണ് എന്നെ വിളിച്ച് പറ്റിക്കാനായിട്ട്. കാശ് അടിച്ചോണ്ട് പോയാ? എവിടെ? എന്റെ വിഷമോ സങ്കടമൊക്കെ പറഞ്ഞപ്പോ അവളെ എനിക്ക് 500 രൂപ ഗൂഗിൾ പേ. അവളെ നല്ലേ. പിന്നെ നമ്മളെ ഇന്നലെ നീ ആ ഉദ്ഘാടനത്തിന് പോയായിരുന്നല്ലോ. മന്ത്രി വന്ന കാര്യങ്ങളെല്ലാം എടുത്തായിരുന്നു. ഉറപ്പാണ്? ബാക്കിയൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. പ്രശ്നമില്ല. മന്ത്രിയുടെ ഓഫീസിൽ നിന്നാ പറഞ്ഞപ്പോ തന്നെ. ഹലോ സാർ. അതെ സാർ, ഫോട്ടോഗ്രാഫർ. അതെ അതാണ്. ആ സാർ, എനിക്ക് ഇന്നലെ വരാൻ പറ്റുന്നത് എന്റെ അസിസ്റ്റന്റിനെ ഞാൻ വിട്ടായിരുന്നു. സാർ എന്നേക്കാൾ നല്ല പെർഫോമർ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അയ്യോ ഭയങ്കര സ്കില്ലല്ലേ. ഓക്കെ അല്ലേ സാർ? എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. മന്ത്രി ഹാപ്പി അല്ലേ സാർ? ഓക്കെ സാർ. സാർ എന്റെ പേയ്മെന്റിന്റെ കാര്യം 25,000 രൂപ. താങ്ക് യു സാർ, താങ്ക് യു സാർ. അപ്പം എല്ലാ സർക്കാർ വർക്കുകളും ഞങ്ങൾക്ക് തന്നെ. സാർ അപ്പൊ 5 മണിക്ക് മുമ്പ് ഞാൻ പ്രിന്റ് എടുത്തോണ്ട് വരാം. എന്താ എങ്ങനെ കാണിച്ചത്? ഈ മന്ത്രിയുടെ ഫോട്ടോ എടുത്തില്ലേ? എടുത്തു. മന്ത്രി ഒന്ന് വിളക്ക് കൊളുത്തി ഞാൻ ഫോട്ടോ എടുത്തു. മന്ത്രി കാറിൽ കയറി ടാറ്റ കാണിച്ചു പോയി, ഞാൻ ഫോട്ടോ എടുത്തു. പിന്നെന്ത് കുഴപ്പം? പ്രിന്റ് എടുക്കാം. അല്ലെങ്കിൽ വാ. നിങ്ങൾക്ക് ഈ മന്ത്രിയെ നല്ല പരിചയം ഉണ്ടോ? അത്യാവശ്യം കുഴപ്പമില്ലാത്ത പരിചയം ഉണ്ട്. ഒരു വട്ടം കൂടെ ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ പറയാൻ പറ്റുമോ? അതെന്താണോ? ക്യാമറയിൽ മെമ്മറി കാർഡ് ഇട്ടില്ല. എവിടെന്നെങ്കിലും അടിവാഞ്ചോ കഷ്ടം തന്നെ. ഇനി അങ്ങോട്ട് പോകേ വേണ്ട. ആ വർക്കും കളഞ്ഞു കിട്ടി. ദയവ് ചെയ്ത് ഇവിടെ നിന്ന് ഈ വർക്കെങ്കിലും ചെയ്തിട്ട് പോകാൻ നോക്കാം. ഒരു കാര്യം ഇവിടെ നിൽക്കണ്ട. ആരെ വിളിക്കുമ്പോ? നമ്മളെ കുറെ നാളായാലും ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇടയ്ക്കൊക്കെ അവര് വിളിക്കുന്നായിരുന്നല്ല. എന്ത് ഇടയ്ക്ക് വിളിക്കാത്ത നമ്മളെ? അതിന്റെ കാരണം നീയാണ്. ഞാൻ നീ എന്ത് ചെയ്യുന്ന? കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോ നിനക്ക് ഹെലിക്കാൻ പറത്താൻ വേണ്ടി നിന്റെ തന്നായിരുന്നു. അത് എവിടെ ലാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ആ ഫ്ലോറിന്റെ സൈഡിൽ. നീ എവിടെ ലാൻഡ് ചെയ്തത്? ആ കുട്ടിയുടെ തലയിൽ. അവനായതുകൊണ്ട് കൊള്ളാം. അതിന്റെ 2 ചിറകും കട്ടിയത് പുതിയ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞ് കുറെ നാൾ കൊണ്ട്. ആ നോബിയുടെ തലയിലെങ്ങാനും ആയിരുന്നെങ്കിലാ? നോബിയുടെ തലയിലായിരുന്നെങ്കിൽ 4 ചിറകം കട്ടിയത് ചുട്ട് തന്നേനെ. അവൻ അങ്ങനൊന്നും ഇല്ല. എന്ത് കിട്ടിയാ എന്തും തിന്നും. ഒരു കാര്യം ഇവിടെ കൃത്യമായിട്ട് ആരെങ്കിലും ഫോട്ടോ എടുത്തിട്ട് പോണം. അല്ലെങ്കിൽ സാർ എന്തെങ്കിലുമൊക്കെ പറയും. മനസ്സിലായില്ല? കൂടെ ഒന്നും കേട്ടോ. ലൈറ്റ് ഒക്കെ ടൈറ്റ് അപ്പ് ചെയ്യണം. ശ്വേതയുടെ ഒക്കെ ഫോട്ടോ പിന്നെ എടുക്കാം. ശ്രീവിദ്യ ഫ്രീ ആണെങ്കിൽ ഒന്ന് വരാം. ക്യാൻഡിഡ് എടുക്കാം, കുഴപ്പമില്ല. സംഭവം ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോളൂ. അതായത് ഞാൻ ഓക്കെ എന്നൊരു വാക്ക് പറഞ്ഞാൽ മാത്രമേ തിരിയാവൂ. തിരിഞ്ഞു നിൽക്കുക. വേറെ എന്ത് ശബ്ദം കേട്ടാലും ഞാനൊന്ന് എടുത്തോട്ടെ ഒരു ഫോട്ടോ. ഒരു ഫോട്ടോ ഞാൻ എടുത്തോട്ടെ. എടാ നിനക്ക് ഇത് എടുക്കാൻ അറിഞ്ഞോടൊന്നും തരാത്തത്. അറിയാം, ഒരെണ്ണം എടുത്തോട്ട്. ഇത് നിനക്ക് നോക്ക് കണ്ട. അതെന്തിനിട്ട് തിരിക്കുന്ന? ഞാൻ ഒരു തെരഞ്ഞെടുക്കും. ഒരു തരാം ഫോക്കസ് പിടിച്ചടാ. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പൊ അത് പറഞ്ഞൂടെ? ഇത് കൂടെ നോക്ക്. ഒരു കണ്ണടച്ച് നോക്ക്. ഇത് കാണുന്നു മൊത്തം ഇരുട്ട്. എടാ നോക്കുന്ന കണ്ണല്ല അടയ്ക്കാൻ പറഞ്ഞത്. പെൺകുട്ടിയെ മറ്റേ കണ്ണിലൂടെ നോക്ക്. അത് തെണ്ടി തരാണ്. ഒരു പെൺകുട്ടിയെ ഞാൻ മറ്റേ കണ്ണിലൂടെ നോക്കൂല. നീ പോ, ഞാൻ എടുത്തോളാം. ഞാൻ എടുത്തോളാം. വേറെ എന്തെങ്കിലും നോക്ക്. ആ ലൈറ്റ് അപ്പ് ഒന്ന് ക്ലിയർ ചെയ്യും. റെഡി അല്ലേ? ഇത് ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞാൽ മാത്രം കേട്ടോ. ഓക്കെ ഞാൻ പറയാം. ഫോക്കസ് എടുത്തോട്ടെ. റെഡി 1 2. വീണ്ടും വന്ന് കണ്ണാ പറയട്ടെ. പ്രൊഡ്യൂസർ പറഞ്ഞേ ആഹാരം തീരെ നിങ്ങൾ പോയി കഴിക്കാൻ പറഞ്ഞു. ഇത് എടുത്തു കഴിഞ്ഞിട്ട് പോവാടാ. അങ്ങനെ പറയരുത്. അമൃത ടിവിയുടെ ഫുഡ് കഴിച്ചിട്ടുണ്ടോ? കിടിലൻ ഫുഡാണ്. പിന്നെ അടിപൊളി ഫുഡാണ്. നമുക്ക് ഞെരിക്കാം. ഓക്കെ. തൊഴുതു നീ
പ്രദോഷമായി അകലുമാത്മമനോഹരി നീ എൻ്റെ പ്രാണനിൽ അലിയൂ വേഗം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് കോമഡി മാസ്റ്റേഴ്സ്. അപ്പൊ ഇനി ഒരാഴ്ചത്തേക്ക് ഷൂട്ടില്ല. ഹലോ ഹലോ ചേട്ടാ എനിക്ക് ഫോട്ടോഷൂട്ട് ഉണ്ട്, ഫോട്ടോഷൂട്ട് ഉണ്ട്, മുറ്റത്ത് പോവാൻ പറഞ്ഞു. അതായത് ഇവിടെ വീട്ടിന്റെ ഇവിടെ റോഡ് അളക്കണ മറ്റേ മിഷ്യൻ കൊണ്ടുവച്ചില്ലേ, അതിന്റെ ഫ്രണ്ടിൽ പോയി പോസ് ചെയ്തതാണ്. എവിടെ ക്യാമറ ഇട്ടാലും പോയിരിക്കും. അമ്പളിക്കുട്ടാ അപ്പോഴേ പറഞ്ഞില്ല, ആർട്ടിസ്റ്റുകൾക്കുള്ള ഫുഡായിരുന്നു. നമുക്ക് വേറെ ഫുഡ് ഉണ്ട്. ഓക്കെ, ഇവിടെ നാളെ ഇവിടെ ശ്രീവിദ്യ വരൂ. സോറി ചേട്ടാ, വരൂല. തെറ്റിപ്പോയതാ. സാറില്ല, വരുന്നില്ല. ഇല്ല, വരുന്നില്ല. ക്യാൻറ്റീൻ എടുക്കാം. വേണ്ട വേണ്ട, ഞാൻ നല്ല ഫോട്ടോഗ്രാഫേഴ്സിനെ വെച്ചോളാം. സെൽഫി എങ്കിലും. ഓ വേണ്ട. പ്രോഗ്രാം കഴിഞ്ഞു സാറ് കട്ട് പറഞ്ഞു. അതല്ല, ഫ്ലോറിക്കുന്നവര് 4 കട്ട് ചെയ്ത് പാക്ക് ചെയ്യും. ഇല്ല ഇല്ല, ഒരു മിനിറ്റ്. എന്തോന്ന് അങ്ങനെയെങ്കിലും ഡയറക്ടർ മനസ്സലിയിട്ടണം. അതെ, ഞാൻ ഇപ്പോഴൊരു കാര്യം ആലോചിച്ചതേ. നാളെയാണ് ആച്ചാൽ പൊങ്കാല. ശ്രീവിദ്യ പൊങ്കാല ഇട്ടിട്ടുണ്ടോ? ഇട്ടിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് വന്നിട്ട് തന്നെയല്ലേ ഇട്ടിട്ടുള്ളത്? ആദ്യമായിട്ട് ഇടുക ആണ് ഇത്തവണ. അവൾക്ക് വീടിന്റെ ഇപ്പൊ രാഹുലിന്റെ വീടിന്റെ മുറ്റത്തിട്ടാ മതി. ഞങ്ങളുടെ റെസ്റ്റോറന്റും അവിടെ തന്നെ, അതിന്റെ മുറ്റത്തിട്ടാ മതി. അടിപൊളി അടിപൊളി. എനിക്ക് ഭയങ്കര സങ്കടം എന്താ അറിയോ, ഈ പ്രാവശ്യം മാർച്ച് 5-ാം തീയതി ആറ്റുകാൽ പൊങ്കാല ദേവി ക്ഷേത്രത്തില് എന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പോവാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് ഇത് പറഞ്ഞപ്പോ ഭയങ്കര സങ്കടം. പക്ഷെ ഇതിനു മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഞാൻ വന്നിട്ടുണ്ട്, പെർഫോമും ചെയ്തിട്ടുണ്ട്, അവിടെ ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഭയങ്കര ഐ തിങ്ക് ഒരു നല്ലൊരു ഫീലിംഗ് ആണ്. പക്ഷെ ഈ പ്രാവശ്യം ഇതിപ്പോ പറഞ്ഞപ്പോ എനിക്ക് അത് വീണ്ടും ഓർത്തു വന്നു. വേറെ കാര്യമുണ്ട്, ഈ ട്രിവാൻഡ്രത്തുള്ളവർക്ക് കുറച്ചും കൂടെ ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആണ് ഈ പൊങ്കാല ഇടുക എന്നുള്ളൊരു സംഭവം. ഭയങ്കര എനിക്കൊക്കെ ഉള്ളൊരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ, ഞാൻ വെള്ളയമ്പലം സൈഡിലാണ് താമസിക്കുന്നത്. പക്ഷെ അവിടെ കൊണ്ടുവന്ന് തലേ ദിവസം അല്ല, ചിലപ്പോൾ 2-3 ദിവസം ബിഫോർ തന്നെ ഈ ബ്രിക്സ് ഇഷ്ടിക കൊണ്ടുവന്ന് ചുടുകട്ട കൊണ്ടുവന്നൊക്കെ ഇങ്ങനെ വെക്കും. പിന്നെയുണ്ട് വീടുകളൊക്കെ തുറന്നു കൊടുക്കും, അവർക്ക് വെള്ളം കൊടുക്കാൻ. അല്ല, എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ. അതായത് ഇപ്പം ആറ്റുകാലിന് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് എന്റെ വീട്. പക്ഷെ എന്റെ വീടിന്റെ സ്ഥലത്തും ഈ പറഞ്ഞതുപോലെ നിറയെ ഇങ്ങനെ കല്ലുകൾ നിരത്തിയിട്ട് ഭയങ്കര വലിയ സെലിബ്രേഷൻ ആണ്. ഒത്തിരി പേരുണ്ടാവും ശരിക്കും. നമുക്ക് നമ്മൾ കാണാൻ പോവാറുണ്ട് കേട്ടോ. ഞങ്ങള് നാട്ടിൽ നിന്ന് എല്ലാ പ്രാവശ്യവും ആറ്റുകാലിൽ നമ്മൾ എല്ലാ പ്രാവശ്യവും നമുക്ക് പ്രോഗ്രാം ഉണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ആറ്റുകാലിൽ ഇതുപോലെ തലേദിവസം പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഷൂട്ടിംഗ് നടക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലാണ്. അപ്പൊ ഞാൻ അവിടെ നിന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഷൂട്ട് കഴിഞ്ഞ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് വന്നപ്പോൾ വൈഫ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് ലേബർ റൂമിൽ കയറ്റണം. അപ്പൊ എനിക്ക് പ്രോഗ്രാം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഷൂട്ടിംഗ് ആണ്. ഞാൻ അവിടെ ഇല്ല. ഞാൻ നേരെ പ്രോഗ്രാം കഴിഞ്ഞ് 2 പ്രോഗ്രാം ഉണ്ട്, ഒന്ന് കൊട്ടാരക്കരയും പിന്നെ ഒന്ന് പാളയത്തും. പ്രോഗ്രാം കഴിഞ്ഞ് നേരെ ഞാൻ ക്രെഡൻസ് ഹോസ്പിറ്റലിലാണ് വൈഫ് ഡെലിവറി കയറ്റി. അപ്പം ഞാൻ പെട്ടെന്ന് വന്നിട്ട് ലേബർ റൂമിൻ്റെ അവിടെ നിന്ന് വൈഫിനെ ഒന്ന് കണ്ടു, കയ്യിലൊന്ന് പിടിച്ചിട്ട് ഞാൻ അവിടെ നേരെ ഷൂട്ടിന് പോകണം കാഞ്ഞിരപ്പള്ളി ചെന്ന്. പിറ്റേന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് അപ്പം ഞാൻ ഇടയ്ക്ക് വിളിക്കും, എന്തായി? അപ്പം ലേബർ റൂമിൽ കയറ്റിയിട്ടുണ്ട്. അന്ന് 2 നാളായിരുന്നു അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകം 2 നാളാണ്. ഉച്ച കഴിയുമ്പോൾ ഒരു നാളാണ്, രാവിലെ മകം അല്ലേ. അങ്ങനെ ആറ്റുകാൽ പൊങ്കാലയുടെ നിവേദ്യ സമയത്താണ് എന്റെ മകനെ പ്രസവിച്ചത്. ധ്യാൻ പൂരം നാളാണ്. അങ്ങനെ വന്നിട്ട് അതൊന്നും ഭയങ്കര അല്ല. അതുകൊണ്ട് ഞാൻ ആറ്റുകാലിലെ സ്ഥിര ആളാണ്. ഞാൻ ഓരോ തവണയും ശ്രദ്ധിക്കുന്നത് ഈ എവിടെ ഓരോ വർഷം കഴിയുമ്പോഴേ പൊങ്കാല എവിടെ വരെ എത്തുന്നു എന്നുള്ള ഞാനും അത് നോട്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പൊങ്കാലയുണ്ട് പേരൂർക്കട അവിടെ എത്തി. ഓരോ വർഷവും റോഡിൽ മരുന്നൂർ എത്തി. നമ്മൾ നെടുമങ്ങാട് റോഡിൽ പേരൂർക്കട എത്താറായി. കഴക്കൂട്ടം കഴിഞ്ഞു. ഇത്തവണ ഞാൻ നോട്ട് ചെയ്ത് ആലോചിച്ച് വെച്ചിട്ടുണ്ട്, ഇത്തവണ ഇനി എങ്ങോട്ടാ നീളാൻ പോണേന്നുള്ളത്. പിന്നെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരു വലിയ റെക്കോർഡ് ഉണ്ട്. ഏറ്റവും കൂടുതൽ വനിതകൾ ഗ്യാദർ ചെയ്യുന്ന ഒരു വേൾഡ് റെക്കോർഡാണ്. സ്ത്രീകളുടെ ശബരിമല എന്നല്ലേ പറയണേ. അതെ അതെ. ഇതൊക്കെ പറഞ്ഞാലും നമ്മൾ ശരിക്കും എല്ലാരും ഈ പൊങ്കാല ഇടുന്നത് പ്രാർത്ഥിക്കാൻ അല്ലെ, ഓരോ നേർച്ചയൊക്കെ നേർന്നിട്ട് നല്ലത് വരാൻ വേണ്ടിയാണ്. ശ്രീവിദ്യ ഫസ്റ്റ് ടൈം ഇടാൻ പോവുകയാണ്. എനിക്ക് ഇത്രയൊന്നും അറിയത്തില്ല. കുഴപ്പമില്ല, ഞാൻ അത് കേട്ടോണ്ടിരിക്കുന്നുണ്ടോ പൊങ്കാല? ഞാൻ ഒരിക്കൽ ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് പ്രോപ്പർ അല്ല. എനിക്ക് അങ്ങനെ കത്തിക്കാണെന്ന് നാളെ എന്തായാലും ഇടുമ്പോ മനസ്സിലാവും. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നാളെ നല്ലൊരു ഐശ്വര്യവും അതുപോലെ ശ്രീവിദ്യ നമുക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് എന്റെ മോന്റെ പിറന്നാളും കൂടെയാണ് നാളാണ്.
അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനകളൊക്കെ നടക്കട്ടെ. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഐശ്വര്യം തന്നെ വരട്ടെ. ബൈ. ഹാപ്പി പൊങ്കാല.